മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്ഛാ പാടാതെ, നാളെ എനിക്ക് എക്സാമാ. പരീക്ഷ സമയത്തിൽ മാത്രം പഠിച്ചാൽ പോരാ, ഫ്രണ്ട്സിൻ്റെ കൂടെ ചുറ്റി നടക്കാതിരിക്കണം. അതാ ഒന്നല്ലോ നിന്റെ ഫ്രണ്ട്സ്, ഇനി പഠിച്ചാൽ മാതിരി തന്നെ. നീ കുളിക്കാൻ വരുന്നു? ഇല്ലടാ, നാളെ എക്സാമാ. നിന്റെ റെയിൽവേ ഇൻ്റർവ്യൂ എന്തായാലും അടുത്ത ആഴ്ച വരൂടാ. ഓക്കെ, താങ്ക് യുടാ. എന്നാ നിങ്ങൾ പോവാം. ഓക്കേടാ. അപ്പോൾ ഇന്ന് എക്സാം അല്ലാടാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യുടാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഹലോ. അപ്പോ നീ എന്തിനകത്തോട്ട് പോന്നേ? കപ്പെടുക്കാനാർക്കും മലയാളികൾക്ക് നാണക്കേട് നിന്നെ നീന്തൽ ഞാൻ പഠിപ്പിക്കാം. 8 വയസ്സിൽ മുങ്ങിയത് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? അപ്പൂനെ നോക്കണം, എന്തൊരു പേടിയാണ് അവന്. എന്തായാലും അപ്പൂനെ കിട്ടിടാ. തമാശ കാര്യമായി. പോലീസ് വരും, ജയിലിലേക്ക് പോകേണ്ട വരും. നമ്മളെല്ലാവരും പോലീസ് പിടിക്കും, ജയിലിൽ കിടക്കേണ്ടി വരും. ഇതാ മിണ്ടാണ്ടിരി. നമ്മൾ ഇതൊക്കെ വേണമെന്ന് വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തത്. അവൻ പടി കുളിച്ചോണ്ട് നിന്ന് അവൻ വെള്ളത്തിൽ വീണു, നമുക്കറിയില്ല. അങ്ങനെ പറഞ്ഞാൽ മതി. അപ്പുവേ കൂട്ടാ വണ്ടി എന്തെങ്കിലും ഉണ്ടോ നോക്കി. അവിടെ നാടേ
ഏയ് അപ്പു കൂട്ടാ അത് ഞങ്ങൾ പൊക്കോളാം. നീ പോയി അപ്പൻ്റെ അച്ഛനോട് കാര്യം പറഞ്ഞു. ഇവിടെ നാട് എന്തിനാ കരയണ? അച്ഛാ അപ്പു അപ്പു വെള്ളത്തിൽ മുങ്ങി പോയതാ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു. എന്തരാ സന്തോഷേ, പ്രോബ്ലം ഒന്നും പറഞ്ഞില്ലോ? അയ്യോ ആരുടെ അത്? എനിക്കറിയത്തില്ലടാ. എടാ ഇവനാണ് രാത്രി കയറ് തന്നത്. നീ ആരാണ്? നിനക്ക് എന്താണ് വേണ്ടത്? എൻ്റെ പേര് സുനിൽ. എനിക്കെന്താ വേണ്ടത് ഞാൻ പറയാം. തൻ്റെ നമ്പർ താ. ഇവിടെ താണ്ട ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഓപ്പൺ ചെയ്തടാ. ഓപ്പൺ ചെയ്തു. വീഡിയോ അല്ലേ? ഒരു 5 ലക്ഷം രൂപ വേണം. 5 ലക്ഷം രൂപയോ? അല്ലെങ്കിൽ ഈ വീഡിയോ പോലീസ് സ്റ്റേഷനിലേക്ക് പോകും. സന്തോഷേ പുലിവാലായല്ലോടാ. സന്തോഷിന്റെ സിസ്റ്ററാ? സന്തോഷം എവിടെ? എന്താ അമ്പിക? നിങ്ങൾ എവിടെയാ? ഞങ്ങളിവിടെ ഗ്രൗണ്ടിലിരിക്കുക. പോലീസ് ഇൻസ്പെക്ടർ വന്നിട്ടുണ്ട് അവിടെ. ഇൻസ്പെക്ടർ അവിടെ തന്നെ ഇരിക്കാൻ പറഞ്ഞു. അവരങ്ങോട്ട് വരുന്നു. നിന്റെ പേരെന്തരാ? സാർ ഞാൻ സന്തോഷ്. എൻ്റെ പേര് മനോജ്. ഇവൻ കുട്ട. ഞാൻ നിന്റെ പേര് മാത്രമേ ചോദിച്ചു. അപ്പുന് നീന്താൻ അറിയില്ലേ? അപ്പോൾ മുങ്ങിയതായി പറഞ്ഞല്ലോ. അപ്പം നിങ്ങളെല്ലാം എവിടെയായിരുന്നു? സാർ ഞങ്ങൾ വെള്ളത്തിൽ മുങ്ങി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വെള്ളത്തിൽ വീണത് ഞങ്ങൾ അറിഞ്ഞു. വെള്ളത്തിൽ കളിക്കാൻ നീയൊക്കെ എന്താടാ കൊച്ചു കുട്ടികളാണ്? നാളെ 3 എണ്ണം സ്റ്റേഷനിൽ വന്ന് എഴുതി ഒപ്പിട്ട് വന്നിട്ട് പോയാൽ മതി. ഓക്കെ സാർ. ഇതാണ് സാറേ എൻ്റെ മോൾ. പഠിച്ചു പോയിട്ടാണ് അപ്പോയിൻമെൻ്റ് ഓർഡർ വന്നത്. സന്തോഷേ 4 ലക്ഷം രൂപ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളൂ. എൻ്റെ ഉണ്ടോ 1 ലക്ഷം രൂപ എൻ്റെ ഉണ്ട്. എന്തൊക്കെയോ ആയുടെ സന്തോഷേ. നിനക്കറിയോ അംബികയും അപ്പവും 5 വർഷമായിട്ടുള്ള പ്രണയമാണ്. റെയിൽവേയിലെ ജോലി കിട്ടുമ്പോൾ അവൻ അവളെ വിവാഹം കഴിക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. ഇവിടെ അപ്പു അമ്പിയെ ചതിച്ചടാ. എന്തരാ പറയുന്നത്? അപ്പോൾ എനിക്ക് ദിവസം തെറ്റിപ്പോയി. ആ ഡോക്ടർ ചെക്കപ്പ് ചെയ്തു. എൻ്റെ വയറ്റിൽ നിൻ്റെ കുഞ്ഞുണ്ട്. നീ എന്നെ വേഗം വിവാഹം കഴിക്കണം. എന്താ? എന്നെ കല്യാണം കഴിക്കില്ലേ? എന്നെ ചതിക്കരുത് അപ്പു. അപ്പു അപ്പു. എടാ അപ്പു തമാശ പറഞ്ഞാ. ആ സമയത്ത് ഞാനും അവിടെ ഉണ്ടായിരുന്നു. നീ എന്താണ് പറയുന്നത്? ഞാൻ നിന്നെ കല്യാണം കഴിക്കില്ല മോളെ. ചുമ്മാ ടൈം പാസ്. ടേക്ക് ഇറ്റ് ഈസി. ബൈ. അപ്പു നീ എന്താടാ പറയുന്നത്?
പ്രോബ്ലം ആകില്ല ഇത്. ചുമ്മാടാ, ഞാൻ ഈവനിങ് മീറ്റ് ചെയ്തിടാം. അയ്യോ എന്താടാ? എടാ, അപ്പോൾ അമ്പികയെ ചതിക്കുമെന്ന് വിചാരിച്ച് ഞാൻ അവൻ്റെ കാലിലെ കെട്ട് അഴിയുന്ന മാതിരി കെട്ടി വെച്ചിരുന്നത്. അല്ല, നിങ്ങളെ ഞാൻ ഇതിനകത്ത് കുറ്റവാളികളാക്കി. നിങ്ങളെ എനിക്ക് മാപ്പ് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വരണ്ടേ? വേണ്ടടാ, നമ്മളിൽ ആരെങ്കിലും ഒരാൾ ചെല്ലാനാവും പറഞ്ഞത്. എവിടെയുടെ കാശ്? ഞാൻ അവനെ കൊന്നടാ. മെമ്മറിക്കാരൻ ടെസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് പേടിക്കേണ്ടതില്ല. അപ്പു എന്നോട് ക്ഷമിക്കട്ടെ. ഞാൻ അപ്പു വെള്ളത്തിൽ വീണത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഞാൻ എന്തായാലും സറണ്ടർ ആവാൻ പോവാം. എടാ